പരിശുദ്ധ റമദാനിലെ നോമ്പ് നിർവഹണ രീതിയിൽ വളരെയേറെ താളപ്പിഴകൾ മുസ്ലിം സമൂഹത്തിന് സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക്. നോമ്പ് തുറയും അത്താഴവും എന്ന ആ മത്സര തീറ്റിയിലൂടെ നോമ്പ് നമ്മോട് കൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട്, അതിന് ഒരു ആത്മാവുണ്ട്, അത് നഷ്ടപ്പെട്ടു പോകുന്നു. ആ റമദാൻ കാലത്തെ പൂർണ്ണമായി ഉപവാസത്തിൻ്റെ ഉപാസനയുടെ മാർഗത്തിലേക്ക് ഉയർത്തിയാൽ രാത്രി കാലങ്ങളിൽ സുദീർഘമായ നമസ്കാരങ്ങൾ, പകൽ സമയങ്ങളിൽ സംശുദ്ധമായ നോമ്പ്, അതിലേക്ക് ഉയരാൻ നമുക്ക് കഴിയണം. അല്ലാഹുമ്മ ആമീൻ. അല്ലാഹു തആല നമ്മോട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ നേരിട്ട് സംബോധിച്ചുകൊണ്ട് അല്ലാഹു തആല പറയുകയാണ്, വിശ്വാസികളെ കുത്തിബ അലൈക്കുമുസ്സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികരായ ആളുകൾക്കൊക്കെ നിശ്ചയിക്കപ്പെട്ടതുപോലെ ഫർളാക്കിയതുപോലെ സത്യവിശ്വാസികളെ നിങ്ങൾക്കും അസ്സുയാം എന്ന വ്രതാനുഷ്ഠാനം ഫർളാക്കപ്പെട്ടിരിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ചില പദങ്ങളിൽ ഊന്നിക്കൊണ്ട് വിചാരം നടത്തുമ്പോൾ പ്രധാനമായും യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാമു, നിങ്ങൾക്ക് ഫർളാക്കിയിരിക്കുന്നു എന്ന് പറയേണ്ടടുത്ത് ഫുരിള എന്നോ വജബ എന്നോ പറയാതെ കുത്തിബ എന്ന ഒരു പദപ്രയോഗം, അതും കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. മഹാന്മാരായ വ്യാഖ്യാതാക്കൾ, ഭാഷാപടുക്കൾ പല വിധത്തിലും പരിശുദ്ധ ഖുർആനിൻ്റെ ഈ അമാനുഷിക ശൈലിയെ വിവരിച്ചു തന്നിട്ടുണ്ട്. ഒന്നാമതായി വളരെ ഹ്രസ്വമായി പറഞ്ഞാൽ ഫർളാക്കി എന്ന് പറഞ്ഞാൽ നിർബന്ധമാക്കി എന്നർത്ഥം. പഴയ ഉസ്താദുമാർ അർത്ഥം വെക്കുന്ന അർത്ഥപ്രകാരം നിശ്ചയിച്ചെഴുതപ്പെട്ടിരിക്കുന്നു എന്നാ പറയുക കുത്തിബ എന്ന് പറയുമ്പോൾ. എന്താണ് അതിൻ്റെ വ്യത്യാസം? നിനക്ക് ഫർളാണ്, നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ഫർളായി തീരും. പക്ഷേ കുത്തിബ എന്ന പ്രയോഗം ഉപയോഗിക്കുമ്പോൾ ഫർളിനും അപ്പുറം നിശ്ചയിക്കപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട ഒരു ബാധ്യതയായി തീരും. ഞാനൊരാൾക്ക് 1,00,000 രൂപ കടം കൊടുക്കുന്നു, ഇത് കടമാണ്, അടുത്ത വർഷം നീ തിരിച്ചു തരണം, അതോടുകൂടി അത് നിർബന്ധമാണ്. എന്നാൽ അവനെ സാക്ഷിയാക്കി ഞാനത് രേഖപ്പെടുത്തി 2 സാക്ഷികളെ വേറെ വെച്ച് എനിക്ക് നിർബന്ധമായും ഇത്രാം തീയതിക്കകം തിരിച്ചു തരണമെന്ന് രേഖപ്പെടുത്തി നിർബന്ധമാക്കുമ്പോൾ ഒരു നിലക്കും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ബാധ്യതയായി തീരുന്നു ആ കടബാധ്യത. എന്തുകൊണ്ട്? വെറും നാവ് കൊണ്ടല്ല, വെറും നിർബന്ധമാണെന്ന് പ്രഖ്യാപിച്ചതല്ല, രേഖപ്പെടുത്തതാണ്, രേഖപ്പെടുത്തപ്പെട്ടതാണ്. ഇവിടെയാണ് കുത്തുബയുടെ അർത്ഥത്തിൽ ഫറള വസജ്ജലഹു ഇൻദഹു, അല്ലാഹു തആല നിർബന്ധമായി കൽപ്പിക്കുകയും അത് അവങ്കൽ രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന താക്കീത് സ്വരത്തിലുള്ള ഒരു വാക്കാണ്. എന്തുകൊണ്ട്? ഇത് പൊതുവെ മറ്റ് ആരാധനാ കർമ്മങ്ങളെക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ്. നിസ്കാരം പോലെയല്ലല്ലോ, സക്കാത്ത് പോലെയല്ലല്ലോ, ദിക്ർ പോലെയല്ലല്ലോ, ഷഹാദത്ത് പോലെയല്ലല്ലോ, പകലന്തിയോളം അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണം. ഇത്തരം പ്രയോഗങ്ങളൊക്കെ വന്നപ്പോൾ പരിശുദ്ധ ഖുർആനിൻ്റെ രീതി അതാണ്. ഉദാഹരണത്തിന് കുത്തിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും, ഖുർആൻ പറഞ്ഞ ശൈലിയ പോരാട്ടം, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അടർക്കളത്തിൽ ഇറങ്ങി സായുധമായ പോരാട്ടം നിങ്ങൾക്ക് നിർബന്ധമാണെന്ന് പറഞ്ഞെടുത്ത് ഫുരിള എന്ന പദമല്ല, കുത്തിബ അലൈക്കുമുൽ ഖിതാലു. എന്തുകൊണ്ട്? വഹുവ കുർഹുൽ ലക്കും, അത് നിങ്ങൾക്ക് ഒരു തരം വിഷമം സൃഷ്ടിക്കുന്നതാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അപ്പോൾ കുത്തിബ എന്ന് പറയാനുള്ള കാരണം അതുതന്നെയാണ്. എഴുതി നിശ്ചയിച്ച് നിന്റെ മേൽ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേ ഭാരിച്ച ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ കഴിയുകയുള്ളൂ.